ഞാൻ വിവാഹിതയാണ്, ഒരു കുട്ടിയുടെ മാതാവ്, നിലവിൽ 7 മാസം ഗർഭിണിയാണ്. എൻ്റെയും അതുപോലെ ഭർത്താവിൻ്റെയും 2ാം വിവാഹമായിരുന്നു. 2.5 വർഷം ആവുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്കിടയിൽ മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഗർഭത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി. ഭർത്താവും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഒരു മെൻ്റൽ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഞാൻ പോയിരുന്നു. എന്നാൽ അൽഹംദുലില്ലാഹ് കുറച്ചായിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്നുണ്ട്. അതിനിടെ അദ്ദേഹം വിധവാ വിവാഹത്തെക്കുറിച്ച് എന്നോട് പറയുകയും എൻ്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ദീനിയായി വളരെ ഉയർന്ന നിലവാരമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം തന്നെ അദ്ദേഹം ആലോചിച്ചിരുന്നത് ഒരു വിധവയെ അഥവാ മക്കളൊക്കെ ഉള്ളതിനെ തന്നെ കഴിക്കാനായിരുന്നു. എന്നാൽ വീട്ടുകാർ ഒരു നിലക്കും അത് സമ്മതിച്ചില്ല. അതിൽ നിന്നും അദ്ദേഹം അതുകൊണ്ട് പിന്മാറി. എന്നാൽ വിധവ വിവാഹം കഴിക്കുക എന്ന നബിയുടെ സുന്നത്ത് പരലോകത്ത് അള്ളാഹുവിൻ്റെ ഫിർദൗസ് നേടുക എന്ന ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഇക്കാര്യം എന്നോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നോട് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാര്യ കൂടി എന്ത് ചെയ്യണം, മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ വിവാഹത്തിന് നേതൃത്വം കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്ന ഭർത്താവിനെ ഞാൻ ഇപ്പോൾ കാണുമ്പോഴൊക്കെ മനസ്സിൽ വെറുക്കുകയാണ്. വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നൊരു ആളല്ലേ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വല്ലാതെ എൻ്റെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വലിയൊരു ഭാരം എൻ്റെ മനസ്സിൽ ഉള്ളതുപോലെയാണ്. എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണില്ല. എന്നാൽ അദ്ദേഹത്തിനോട് ഇത് പറയുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കയറാനുള്ള ഒരു മാർഗ്ഗമാണ്. നീ ഇപ്രകാരം ചെയ്താൽ നീ ഒരു മാതൃകയാവും, അതെനിക്ക് മറ്റുള്ള ആളുകളോട് പറയാം, ആ രൂപത്തിൽ ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് നിർവഹിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു നിലക്കും ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒഴിവാക്കിയാലോ എന്ന് പോലും ചിന്തിക്കുന്നു എന്നാണ്. ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം അത്രയും ആത്മാർത്ഥമായും അത്രയും നിഷ്കളങ്കമായും പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നിലക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം തിരിച്ചും ചിന്തിക്കും. കാരണം ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളതിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രത്യേക പ്രോത്സാഹനങ്ങളുണ്ടോ? അപ്പോൾ ആളുകളുടെ മനസ്സിൽ അധികം വരാറുള്ള എന്താ വെച്ചാൽ, ഒരു വിധവയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ ഒരു മുജാഹിദിനെ പോലെയാണ് എന്ന് പറയും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഈ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വിധവനെ കല്യാണം കഴിക്കാണ് വേണ്ടത് എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്? ഇപ്പൊ നിങ്ങളുടെ പെങ്ങൾ വിധവയാണ്, ആ വിധവയെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്, നിങ്ങൾക്കൊരു എന്തുണ്ടാവും, ഒരു ജിഹാദിന്റെ കൂലി കിട്ടുന്നതാണ്. മനസ്സിലായി? ഇപ്പൊ ഒരു വിധവയാണ്, അവർക്ക് ജീവിക്കാൻ വഴിയില്ല, അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുത്താൽ അതിന് സംരക്ഷണങ്ങൾ കിട്ടും. ഇതാണ് അതിന്റെ ഒരു വിശാലമായ അർത്ഥം. അതിന്റെ ഭാഗമായി ഒരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരിക്കലും ശരിയല്ല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് വിധവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആളോട് ഒരു ബിക്റിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നിനക്കും അവൾക്കും എന്താണ് ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വിവാഹം എന്നുള്ളതിൻ്റെ ലക്ഷ്യം വിവാഹമാണ്, അതല്ലാതെ വിധവാ സംരക്ഷണമല്ല, പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കലല്ല. അതൊക്കെ ഒരാൾക്ക് വിവാഹത്തിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ. പക്ഷെ ആത്യന്തികമായി അയാൾ ചിന്തിക്കേണ്ട എന്താണ്, ഒരു ജീവിതാവസാനം വരെ ഒരു ഭാര്യ എന്ന നിലക്ക് തൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഇദ്ദേഹം തെറ്റിദ്ധരിച്ച ഒരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു കന്യക വിവാഹം കഴിക്കുന്നതിനേക്കാളും എന്തോ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. കാരണം ഇത് വിവാഹത്തോടെ മാത്രമേ ആ പുണ്യം നേടാൻ പറ്റുള്ളൂ, അതിന് വേറെ വഴിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയ പോലെയാണ് ഈ പെരുമാറ്റം എന്ന് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിവാഹത്തിൻ്റെ സമയത്ത് തൻ്റെ വിവാഹം എങ്ങനെയാകണമെന്നാണോ ആഗ്രഹിച്ചത് അതുപോലെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യും, അയാൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞെങ്കിൽ ഒരാൾക്ക് തോന്നുകയാണ് ഞാനും ഭാര്യയും തമ്മിൽ എന്ത് വേണം, ഒരു 8 വയസ്സ് ഡിഫറൻസ് വേണം. അപ്പോൾ അയാൾ അഥവാ ഒരു 4 വയസ്സ് ഡിഫറൻസിൽ കല്യാണം കഴിച്ചാൽ മരണം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഡിഫറൻസ് ഇല്ലായിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയും. ഒരു തടിച്ചൊരാളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച ആൾക്ക് ഒരു മെലിഞ്ഞൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ച് എനിക്കിനി തടിച്ചൊരാളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് സംതൃപ്തി കിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും പോയി കല്യാണം കഴിക്കും, പിന്നെ ഇടങ്ങേറാകെ ഇവരായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇവരോട് എപ്പോഴും ഒരു വിവാഹത്തെക്കുറിച്ച് പറയാണ്.
ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ആലോചിക്കണം. മാത്രമല്ല അയാളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ അയാളുടെ നിലവിലുള്ള ജീവിതം തന്നെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നന്നായി സഹകരിച്ചു പോകുന്ന ഒരു ഭാര്യയുടെ മാനസിക നിലയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് എന്ത് ചെയ്യാണ്, ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താണ് കാര്യമുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇത് ചെയ്താലേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന രൂപത്തിലൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് വിശാലമായ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹത്തിന് ദീനിയായിട്ട് അറിയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.